സംസ്ഥാനത്ത് കാലവർഷം സജീവം. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പുഴകൾ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ ബാവലിപ്പുഴയിൽ കൊട്ടിയൂർ തീർത്ഥാടനത്തിന് 2 പേരെ കാണാതായി. കുമ്പളയിൽ കനത്ത കാറ്റിൽ 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു. കണ്ണൂർ പന്നിയൂർ കുവൻകുന്നിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് 60ഓളം വീടുകളിൽ വെള്ളം കയറി. തേജസ്വിനി പുഴ കരകവിഞ്ഞതാണ് പോടോത്തുരുത്തിയിൽ വെള്ളക്കെട്ടിന് കാരണം. ഇവിടെയുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കുറച്ച് എല്ലാവർക്കും വിഷമിച്ചിട്ടുണ്ടാവും. കുറേ ആളെല്ലാം അതാളെ വീട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ചാത്തമുത്ത ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കാറ്റിൽ കുമ്പള KSTP റോഡിലേക്ക് 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പുമേൽക്കൂര തകർന്നു വീണു. NH66 മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. സർവീസ് റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ മേഘ കമ്പനിയുടെ വാഹനങ്ങൾ BJP പ്രവർത്തകർ പിടിച്ചിട്ടു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ LP സ്കൂളിലേക്ക് 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മയിച്ച മുനമ്പത്ത് 15 വീടുകളിൽ വെള്ളം കയറി. കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. ജില്ലാ ഭരണകൂടം പ്രശ്നബാധിത മേഖലയായി കണ്ടെത്തിയ പ്രദേശത്താണ് മണ്ണിടിഞ്ഞത്. കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിനു മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. ന്യൂസ് ഡെസ്ക് 24.